ഗുഡ് മോർണിംഗ്. ഇന്ന് എല്ലാവർക്കും ഇന്നൊരു സൺഡേ ആണ്. മടി പിടിച്ച സൺഡേ. രാവിലെ തന്നെ എഴുന്നേറ്റ് തൊഴുതു ഭഗവാനെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ലേറ്റായിട്ടാണ് എണീറ്റത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഗ്രീൻ ടീ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ഗ്രീൻ ടീ കുടിച്ചിട്ട് ഞായറാഴ്ച ദിവസം ഇങ്ങനെ ആർക്കും പോകാനില്ലല്ലോ വിചാരിച്ച് കഴിഞ്ഞ് മടിയാണ്. പിന്നെ ഇങ്ങനെ ഓരോ പണികളായിട്ട് തുടങ്ങി. മുറ്റടിച്ച് വാരലും ഒക്കെ തുടങ്ങി. ഇന്ന് കൗശിക്ക് സ്കൂളിൽ പോകാനുണ്ടായിരുന്നു. അവർക്ക് പ്രോഗ്രാമൊക്കെ ആവാറായിട്ടുണ്ട്. അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ അപ്പോൾ അതിൻ്റെതും ഉണ്ട്. പിന്നെ ചെടികളും പൂക്കളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അങ്ങനെ സമയം പോകും. ഞായറാഴ്ച ദിവസങ്ങളിലാണ് അങ്ങനെ ഉണ്ടാവും. അല്ലാത്ത ദിവസമൊന്നും നേരം ഉണ്ടാവില്ല രാവിലെ ആകുമ്പോൾ. അപ്പോൾ കൗശിക്ക് പോവാറായല്ലോ വിചാരിച്ച് ദോശ ഉണ്ടാക്കുക വെച്ചാൽ അവന് കുട്ടി ദോശയാണ് ഇഷ്ടം. കുഞ്ഞു കുഞ്ഞു ദോശകളാക്കി അങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അവന് ഇന്നലെ ബർത്ത്ഡേൻ്റെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസത്തെ. അത് കണ്ടപ്പോൾ അവൻ അത് മതി പറഞ്ഞു. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കിയത് വെറുതെ ആയി. അവനെ രാവിലെ എഴുന്നേൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് റെഡിയാക്കാൻ ഭയങ്കര എല്ലാം റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവൻ പോയി. അവനെ കൊണ്ടാക്കി കൊടുത്തു ബാബുവേട്ടൻ. കുറച്ച് നേരം പേപ്പർ അങ്ങനെ വായിച്ച് അങ്ങനെ ഇരുന്നു. ഭയങ്കര ചില ദിവസങ്ങളിൽ അങ്ങനെ അവൻ പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവനെ കൊണ്ടാക്കി വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇരുന്നു. ചില ദിവസം ഭയങ്കര മടിയാണ് രാവിലെ കുളിക്കാനൊക്കെ. അല്ലാത്ത ദിവസങ്ങളിൽ വേഗം കഴിയും. പിന്നെ ഓരോ പണികളായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം അടിച്ചു വാരി തുടയ്ക്കട്ടെ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ പണിയിലേക്ക് കടന്നു. ഒക്കെ തട്ടിക്കൊട്ടി അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ ആയിട്ട് പൊടികളൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നല്ല പൊടികളാണ്. എത്ര നമ്മൾ വിചാരിക്കും അടിച്ചു വാരി കഴിഞ്ഞ് എവിടുന്നാണ് ഇങ്ങനെ പൊടി വരുന്നത് വിചാരിക്കും. അങ്ങനെ പൊടികളുണ്ടാവും. അങ്ങനെ പിന്നെ അടിച്ചു വാരലും കഴിഞ്ഞു. അത് കഴിഞ്ഞ് തുടയ്ക്കൽ കഴിഞ്ഞു. അപ്പോഴേക്ക് ചെറിയ ആൾ അപ്പുറത്തുനിന്ന് വന്നിരുന്നു. അപ്പോഴേക്ക് നീറ്റ് വരികയാണ് ഇപ്പം മനു. ഇന്നിപ്പം പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ അവനും ലേറ്റായിട്ടാണ് എണീറ്റത്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ എണീറ്റിരിക്കുന്നു. കഴിഞ്ഞ് കുഞ്ഞമ്മത്തി ഉണ്ടായിരുന്നു കുറച്ച് കൊണ്ടുവന്ന് വെച്ചത്. അത് നന്നാക്കിയിട്ട് കുളിക്കുക വിചാരിച്ചിട്ടാണ് ഇങ്ങനെ രാവിലെ കുളിക്കാൻ. പിന്നെ എല്ലാവർക്കും നല്ല ജലദോഷവും ഒക്കെ ഉണ്ട്. തൊണ്ടവേദനയൊക്കെ ആയിട്ട് കാലാവസ്ഥേൻ്റെ ആയിരിക്കും. മനുവിനും കൗശിക്കൊക്കെ ഉണ്ട്. കൗശിക്ക് കലാമേളയൊക്കെയാണ്. അപ്പോഴേക്ക് മീൻ നന്നാക്കാൻ നിന്നപ്പം പൂച്ചകൾ എത്തിക്കുന്നു കാവലിന്. പിന്നെ കുറച്ച് അടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ അത് ഉണക്കാൻ ഇട്ടു. അപ്പോഴേക്ക് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സമയം നോക്കണത് നേരം വൈകിയിരുന്നു. കൗശിക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ പിന്നെ ബാബുവിൻ്റെ കയ്യിൽ വേഗം ധൃതിയിൽ ചോറ് കൊടുത്തയച്ചു. പക്ഷേ വെറുതെ ആയി. ചോറ് കൊടുത്തയച്ചിട്ട് അപ്പോഴേക്കും അവൻ്റെ കഴിഞ്ഞു പറഞ്ഞിട്ട് വിളിച്ചിരുന്നു സ്കൂളിൽ നിന്ന് ടീച്ചർ. അത് കഴിഞ്ഞ് അവനെ കൊണ്ടുവന്നു. പിന്നെ മീനൊക്കെ കറി ഉണ്ടാക്കി വെച്ചു. പിന്നെ അപ്പോഴേക്കാണ് പിന്നെ ടീച്ചർ വിളിച്ചപ്പം പിന്നെ അവനെ കൊണ്ടുവരാൻ പോയി സ്കൂളിൽ. ചോറ് വേണ്ട വീട്ടിൽ നിന്ന്. പിന്നെ ഞങ്ങളും ഉണ്ണാനിരുന്നു. അപ്പോഴേക്കും ഇനി അവന് പോകാനാവും. പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോഴേക്ക് ചോറ് വേഗം ഉണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ 3 മണി മുതൽ 5 മണി 5:30 വരെ ഉണ്ടാവും ഡാൻസിൻ്റെ ക്ലാസ്. അതിന് പോകാൻ വേണ്ടി വേഗം ഞങ്ങൾ ചോറൊക്കെ ഉണ്ണായിരുന്നു എല്ലാവരും. ഇങ്ങനെ ചോറുണ്ണൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ പിന്നെ അവർ നടക്കാൻ പോകാറുണ്ട്. ഞങ്ങൾക്കിവിടെ അടുത്താണ് ബീച്ച്. അങ്ങനെ നടക്കാം. അപ്പം ഞങ്ങളും വരാൻ പറഞ്ഞ് ഞാനും ബാബുവേട്ടനും കൂടെ ചെറിയമ്മേൻ്റെ കൂടെ അങ്ങനെ നടന്നു. കുറച്ച് ദൂരം അങ്ങനെ നടക്കാം. പിന്നെ അവിടെ കുറച്ചൊരു കായൽ പോലെ ഉണ്ട്. അത് മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലും ഇതും കൂടി യോജിക്കും. തോട് എന്നൊക്കെ പറയും. നല്ല വെള്ളമാവും. കടലും വെള്ളം വന്നിങ്ങോട്ട് അടിക്കും. അപ്പം ഇങ്ങോട്ട് നല്ല വെള്ളം നിറയും ഇപ്പുറത്തേക്കൊക്കെ. ഇവിടെ ആദ്യം ഇങ്ങനെ റോഡ് പോലെ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല തോന്നുന്നു. അത് മഴയൊക്കെ ആയപ്പോൾ അങ്ങനെ ഒലിച്ചു പോയത് അങ്ങനെ എന്തോ ആണ്. ഈ ഭാഗത്തേക്ക് റോഡ് ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ സൈഡ് പരപ്പനങ്ങാടി ആ ഭാഗത്തുള്ള റോഡാണ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പം ഒലിച്ചു പോയത്. ഇത് കണ്ടോ കുട്ടികൾ വൈകുന്നേരമായ ആ ഭാഗങ്ങളിലുള്ള കുട്ടികളൊക്കെ അവിടെ കളിക്കാനും ഒക്കെ നല്ലൊരു സുഖമാണ്. വൈകുന്നേരമായ അങ്ങനെ പോയി ബീച്ചിൽ പോയി ഇരിക്കാൻ തന്നെ എന്തൊരു സുഖമാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ ആദ്യമൊക്കെ അങ്ങനെ പോയി ഇരിക്കാറൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ. മക്കൾ വെള്ളത്തിൽ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ നിന്ന് കയറില്ല. അപ്പം നമുക്കും ടെൻഷനാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ പോവാറും ഇല്ല.
പിന്നെന്താ വൈകുന്നേരം സന്ധ്യ ആവാറായിരിക്കും. ഇനി വീട്ടിൽ ചെല്ലുക, മേല് കഴുകുക, വിളക്ക് കൊളുത്തുക. ഇന്ന് ചെറിയ സൺഡേ ആയിട്ടുള്ള കുറച്ച് വീഡിയോകളാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.